ഫിനാലെ ഉണ്ടായിരുന്നെങ്കിൽ ഗബ്രി അടിച്ചേനെ. എടാ ഞാൻ എല്ലാവരോടും പറയൂടാ, ഗബ്രി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ഗബ്രിയുടെ കയ്യിലിരുന്നേനെ, ഗബ്രി അത് അടിച്ചേനെ എന്ന് ഞാനിവിടെ കുറേ പേരെടുത്ത് പറയുമായിരുന്നു. കാരണം നീ നന്നായിട്ട് ഗെയിം കളിക്കുമല്ലോ എന്നൊക്കെ ഗബ്രിയുടെ അടുത്ത് ഇങ്ങനെ ജാസും പറയാണ്. അപ്പോൾ ഗബ്രിയും പറയുന്നുണ്ട് ടിക്കറ്റ് ഫിനാലെ അത് എനിക്ക് കളിക്കണമെന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഞാനൊരു ടാസ്ക് കളിക്കണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതാണ് അടുത്ത ആഴ്ചയിലെ ടാസ്ക് ഒക്കെ കളിക്കണം, നല്ലൊരു ടാസ്ക് കളിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് എന്നൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ കളിക്കാൻ പറ്റില്ല. ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് മറ്റേ സാബുചേട്ടനൊക്കെ വന്നത്. അതും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിക്കതൊക്കെ കണ്ടപ്പോൾ വിഷമമായി. എനിക്കതൊക്കെ കളിക്കണമെന്നുണ്ടായിരുന്നു. സാബുചേട്ടനും ശ്വേത ചേച്ചിയും വന്ന് ഇവിടുത്തെ ആ ഒരു ഹോട്ടൽ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കളിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കളിക്കാൻ പറ്റത്തില്ല. ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് ആ ഒരു ടാസ്ക് വന്നത്. അതൊന്നും എനിക്ക് കളിക്കാൻ പറ്റില്ല, ഭയങ്കര വിഷമമായി എന്ന് പറയുന്നു. അതേപോലെ തന്നെ ടിക്കറ്റ് ഫിനാലയുടെ കാര്യം പറയുന്നു. ജാസ്മിൻ പറഞ്ഞാണ് കേട്ടോ ഹൈലൈറ്റ്. ഗബ്രി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ഗബ്രി നേടിയേനെ എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. അപ്പോൾ ഗബ്രിയും ശരി വെക്കുന്നുണ്ട്. അതെ എനിക്കതൊക്കെ കളിക്കണമെന്നുണ്ടായിരുന്നു, ഹോട്ടൽ ടാസ്ക്കാണ് പ്രത്യേകിച്ച്, അതെനിക്ക് വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്തു എന്ന് പറയുന്നു. ഇവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇന്ന് എല്ലാം കൂടെ ഇവരുടെ ഒരു കണ്ടന്റ് തന്നെ എപ്പിസോഡ് ഫുള്ള് ഇറക്കാനുള്ളൊരു സംഭവമുണ്ട്. എന്തായാലും കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ എപ്പിസോഡിലെല്ലാം കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ലൈവ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.